ആനമരണം തുടർക്കഥയാകുന്ന കേരളത്തിൽ പ്രതിവർഷം 25 മുതൽ 30 വരെ ആനകൾ വിവിധ കാരണങ്ങൾ മൂലം ചേരിയുന്നുണ്ട്. ആനകളുടെ ജീവനെടുക്കുന്നതിൽ പ്രധാന കാരണമാകുന്നത് ഇരണ്ടക്കെട്ടും പാദരോഗവുമാണ്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ ഭൂരിഭാഗം ആനകളും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് മഹാവ്യാധികൾ മൂലമാണ്. ചെരിഞ്ഞ ആനകളിൽ പലതിനും 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ആനകൾ മാത്രമാണെന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടലുണ്ടാകും. 12 വർഷങ്ങൾക്ക് മുൻപ് 2000 നാട്ടാനകൾ കേരളത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവശേഷിക്കുന്നത് 350ഓളം നാട്ടാനകൾ മാത്രമാണ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ കേരളത്തിന്റെ നാട്ടാന സമ്പത്ത് അധികം വൈകാതെ അവസാനിക്കും. ആനപ്പാപ്പാന്മാരുടെ പരിചയക്കുറവാണ് ഇരണ്ടക്കെട്ടുന്ന മഹാവ്യാധിക്ക് ഒരു പരിധിവരെ കാരണമെന്ന് പറഞ്ഞാൽ തെറ്റില്ല. സാധാരണ കാട്ടാനകളെ അപേക്ഷിച്ച് നാട്ടാനകൾക്ക് ആയുർദൈർഘ്യം കൂടുതലാണ്. അതിനു കാരണം കൃത്യമായ സമയത്ത് ഭക്ഷണവും വെള്ളവും മരുന്നുകളും കിട്ടുന്നു എന്നതാണ്. പണ്ടുകാലത്തൊക്കെ നാട്ടാനകൾക്ക് ഇരണ്ടക്കെട്ടുന്ന മഹാവ്യാധി ഉണ്ടാകാനുള്ള കാരണം പ്രായാധിക്യമാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ആനകളുടെ പല്ലിന് തേയ്മാനം ഉണ്ടാവുകയും ആനകൾക്ക് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരികയും പിന്നീട് നാരുകളടങ്ങിയ പനമ്പട്ട പോലുള്ള ഈ ഭക്ഷണങ്ങൾ ആനയുടെ കുടലിൽ കെട്ടിക്കിടന്ന് ആന ചരിയുകയും ചെയ്യുന്നു. എന്നാൽ ഇക്കാലത്ത് പാപ്പാന്മാരുടെ ആനപ്പണിയിലെ പരിചയക്കുറവാണ് ഇരണ്ടക്കെട്ടുന്ന മഹാവ്യാധിക്ക് കാരണമെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. കിലോമീറ്ററോളം വഴിയടിച്ചു വരുന്ന ആനയ്ക്ക് വിശ്രമം നൽകിയ ശേഷം മാത്രമേ ശരീരം തണുപ്പിച്ച് വെള്ളവും ഭക്ഷണവും നൽകാവൂ എന്നിരിക്കെ ആനയ്ക്ക് ഉടനെ തന്നെ പട്ടയും വെള്ളവും നൽകുമ്പോൾ ആന അത് ചവച്ചരച്ച് ഭക്ഷിക്കാതെ വിശപ്പ് കൊണ്ട് വാരി വിഴുങ്ങുന്നത് ഇരണ്ടക്കെട്ടിന് കാരണമാകുന്നു. പാപ്പാന്മാരുടെ ഇതുപോലുള്ള അശ്രദ്ധ ആനയുടെ ജീവനെടുക്കാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ നാട്ടാനകൾക്ക് കടുത്ത ക്ഷാമമായതിനാൽ ഒരു ഉത്സവപ്പറമ്പിൽ നിന്നും മറ്റൊരു ഉത്സവപ്പറമ്പിലേക്ക് ലോറിയിൽ കൊണ്ടുപോകുന്നത് ആനകളുടെ ദഹന പ്രക്രിയയെ ദോഷമായി ബാധിക്കും. എരണ്ടക്കെട്ടുന്ന മഹാവ്യാധിക്ക് പൂർണ്ണമായി മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും പല ആന ചികിത്സകർക്കും പാപ്പാന്മാർക്കും ഇരണ്ടക്കെട്ട് ബാധിച്ച ആനയുടെ വയറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ഇരണ്ടത്തെ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് പുറത്തെടുക്കാൻ കഴിയാറുണ്ട്. എന്നാൽ എരണ്ടം ആനയുടെ മുൻഭാഗത്താണ് കെട്ടിനിൽക്കുന്നതെങ്കിൽ ആന രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ സ്വന്തമായിരുന്ന തിരുവമ്പാടി ശിവസുന്ദർ എന്ന ആനയുടെ ജീവനെടുത്തതും ഇരണ്ടക്കെട്ടുന്ന മഹാവ്യാധിയാണ്. അതുപോലെ തന്നെ അപകടകാരിയായ മറ്റൊരു രോഗമാണ് പാദരോഗം അഥവാ കുളമ്പു രോഗം. ആനയുടെ കാൽപാദങ്ങൾക്ക് ഏകദേശം വൃത്താകൃതിയാണ്. പാദങ്ങളുടെ എല്ലുകൾക്കുള്ളിലുള്ള വളരെ കട്ടിയുള്ളതും ജലാറ്റിൻ പോലുള്ളതുമായ കൊഴുപ്പ് മെത്ത പോലെ പ്രവർത്തിച്ച് ആഘാതങ്ങൾ താങ്ങാൻ ആനയെ സഹായിക്കുന്നു. ആനയുടെ ശരീരഭാരം കാരണം പാദങ്ങൾക്ക് വീതി കൂടുതലായിരിക്കും. ഈ പാദങ്ങളിൽ വ്രണം അഥവാ മുറിവുകൾ ഉണ്ടായി ആനയ്ക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നതിനെയാണ് പാദരോഗം അഥവാ കുളമ്പു രോഗം എന്ന് പറയുന്നത്. കാലക്രമത്തിൽ ഈ മുറിവുകളിൽ കൂടി പഴുപ്പ് ആനയുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുകയും ആനയുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ആനകൾ സ്ഥിരമായി നിൽക്കുന്ന മണ്ണിൽ നിന്ന് അണുബാധ ഏൽക്കുന്നതിലൂടെയാണ് പാദരോഗം ഉണ്ടാകുന്നതെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. പാദങ്ങൾ കൃത്യമായി വൃത്തിയാക്കാത്തതാണ് രോഗത്തിന്റെ പ്രധാന കാരണം. നഖങ്ങൾക്കിടയിൽ അണുക്കൾ കയറിപ്പറ്റിയാണ് പാദരോഗം ഉണ്ടാകുന്നത്. പാദരോഗമുള്ള ആനയെ കെട്ടിയ സ്ഥലത്ത് മറ്റാനകളെ നിർത്തിയാൽ രോഗം പടരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാദരോഗമുള്ള ഒരു ആനയെ ലോറിയിൽ കൊണ്ടുപോയ ശേഷം ലോറി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒഴിച്ച് വൃത്തിയാക്കാതെ വീണ്ടും ആ ലോറിയിൽ മറ്റൊരാനയെ കൊണ്ട് യാത്ര ചെയ്യിക്കുന്നത് ഈ രോഗം പടരുവാനും സാധ്യതയുണ്ട്.
പഴയ കാലത്തെ പാപ്പാന്മാരെ അപേക്ഷിച്ച് പുതിയ കാലത്തെ പാപ്പാന്മാർ ആനകളുടെ നഖങ്ങൾ സാൻഡ് പേപ്പർ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഉരച്ച് വെളുപ്പിക്കുന്നത് മൂലം സ്വാഭാവികമായി നഖങ്ങൾക്ക് കട്ടി നഷ്ടമാവുകയും എളുപ്പത്തിൽ നഖങ്ങൾ പൊട്ടിപ്പോകാനും ഇതിലൂടെ പാദരോഗം ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുന്നു. മഴക്കാലത്ത് ആനകളെ തളച്ചിരിക്കുന്നിടത്ത് അവ കാലുകളിട്ട് ഉയരയ്ക്കും. ഈ സമയത്ത് ആനകളുടെ കാലിലെ മുറിവിലൂടെ അണുക്കൾ കയറി പാദം പഴുക്കാനും സാധ്യതയുണ്ട്. കാട്ടിൽ ആനകൾ ഒരിടത്തു തന്നെ നിൽക്കാറില്ല. അതിനാൽ അവയ്ക്ക് പാദരോഗം ഉണ്ടാകാറില്ല. ഒരുപക്ഷെ ഈ രോഗം വന്നാൽ തന്നെ അവ ഒഴുക്കുവെള്ളത്തിലിറങ്ങി കിടക്കാറാണ് പതിവ്. ഈ സമയത്ത് കാലിനടിയിലെ പഴുപ്പ് വന്ന ഭാഗം മീനുകൾ കൊത്തി തിന്നുകയും അങ്ങനെ മുറിവ് ഉണങ്ങുകയും ചെയ്യും. എന്നാൽ നാട്ടാനകളുടെ കാര്യമെടുത്താൽ ഭൂരിഭാഗം വരുന്ന നാട്ടാനകളെയും ഒഴുക്കുവെള്ളത്തിൽ ഇറക്കി കിടത്താനുള്ള സൗകര്യമില്ല. മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് ആന രോഗലക്ഷണങ്ങൾ വൈകി കാണിക്കുന്നതും ചികിത്സയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്നാൽ ആവശ്യത്തിനുള്ള ആശുപത്രിയോ അല്ലെങ്കിൽ ഡോക്ടർമാർ കുറവായതും കൂടാതെ മെഡിക്കൽ സംവിധാനങ്ങളും പാദരോഗത്തിന് മറ്റൊരു കാരണമാണ്. പാദരോഗത്തിന് പരിഹാരമായി ആനകളെ ഷൂസ് അണിയിക്കുന്നതിനെ കുറിച്ച് വനം വകുപ്പിൽ പഠനം നടന്നിരുന്നു. ചില ആനകളിൽ ഇത് പരീക്ഷിച്ചെങ്കിലും ഫലപ്രദമായില്ല. തറയിലെ വൃത്തിയില്ലായ്മയാണ് പാദരോഗത്തിന് കാരണം. തറകൾ വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്യുകയാണ് പ്രധാനം. പലയിടത്തും റബ്ബർ ഷീറ്റ് വിരിച്ചിടുന്നത് കാണാം. കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ആനകളെ ഗുരുതരമായി ബാധിക്കുന്ന എരണ്ടക്കെട്ട്, പാദരോഗം എന്നീ രോഗങ്ങൾക്ക് തക്കതായ പ്രതിവിധി കണ്ടുപിടിക്കാത്തത് നിരാശാജനകമാണ്. ആയുർവേദത്തിൽ ഈ 2 രോഗങ്ങൾക്കുമുള്ള ചികിത്സയുണ്ടെങ്കിലും പലപ്പോഴും 100% റിസൾട്ട് ലഭിക്കണമെന്നുമില്ല. എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ പഠനം നടത്തി ഈ മേഖലയിൽ കൂടുതൽ പുരോഗമനം കൊണ്ടുവരാനും വെറ്റിനറി ഡോക്ടർമാർക്കും കഴിയാതെ വരുന്നു. അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ ആനകൾക്ക് നൽകുന്ന ട്രീറ്റ്മെന്റ് അതുപോലെ കോപ്പിയടിക്കാൻ ശ്രമിക്കുകയും അനന്തരഫലമായി കേരളത്തിലെ പല ആനകളും അകാലത്തിൽ ചരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ആന ചികിത്സയിൽ പ്രഗത്ഭരായ ആനവൈദ്യന്മാരെയും ആനപ്പണിയിൽ കഴിവ് തെളിയിച്ച പഴയകാലത്തെ പാപ്പാന്മാരെയും വെറ്റിനറി ഡോക്ടർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംയുക്ത പഠന സമിതിക്ക് ഒരുപക്ഷെ ഈ രോഗങ്ങൾക്കുള്ള ഫലപ്രദമായ ചികിത്സ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയും ഇവയ്ക്കുള്ള പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യാതിരുന്നാൽ ബാക്കിയുള്ള നാട്ടാന സമ്പത്ത് ഇല്ലാതാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.